എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും പുറത്തേക്ക് നടന്നു. അവരെ കാത്ത് ഡാനി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വെൽക്കം ഓൾ. ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നീ എന്താ ഡാനി ഫോർമലായി സംസാരിക്കുന്നേ? നിന്റെ സംസാരം കേട്ടാ തോന്നും ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാ വരുന്നതെന്ന്. അത് പിന്നെ സാർ, ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ. യാത്രയ്ക്ക് സുഖമായിരുന്നോ? എല്ലാം നന്നായിരുന്നു. ആ, നീ ഇതുവരെ ഇവളെ കണ്ടിട്ടില്ലല്ലോ. ഇത് തേയ, മൈ വൈഫ്. ഇത് ജെറി, ഞങ്ങളുടെ മോൻ. ഹലോ മാം. ഹലോ മോനെ. പിന്നെ ജൂൺ സാർ, ജിനി മാം, ഞാൻ വാർത്ത അറിഞ്ഞിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എവിടെ കാറൊന്നും കാണുന്നില്ലല്ലോ. നീ തനിച്ചാണോ വന്നത്? ഏയ് അല്ല സാർ, കാറെല്ലാം റെഡിയാ. നിങ്ങൾ ഇവിടെ നിൽക്കാതെ വരൂ. അങ്ങനെ എല്ലാവരും ലഗേജും മറ്റുമായി പുറത്തേക്ക് നടന്നു. വെളിയിൽ കാറുകൾ പാർക്ക് ചെയ്തിരുന്നു. എല്ലാവരും ലഗേജ് ഈ കാറിൽ വെച്ചോ. ഇത് ഞാൻ വരാം. മറ്റേ 2 കാറുകളെ നിങ്ങൾ കയറിക്കോ. ഡ്രൈവേഴ്സ് ഉണ്ട്. ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം 2 കാറുകളിലായി എല്ലാവരും കയറി. ഡ്രൈവേഴ്സ് കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം എല്ലാവരും വീട്ടിലെത്തി. കാറിൽ നിന്നും ഇറങ്ങിയ തേയ ചുറ്റും കണ്ട് അതിശയിച്ചു നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്ത് നല്ല വീട് ചായ, കണ്ടിട്ട് പഴയ രാജകൊട്ടാരം പോലെയുണ്ട്. അത് പിന്നെ ഇന്ത്യയിലെ വീട് കേരള ടച്ച് വരുന്ന ഒരു പാലസ് മോഡലിൽ പണിയണമെന്ന് ജോർജ് അങ്കിളുടെ ആഗ്രഹമായിരുന്നു. അതാ ഇങ്ങനെ. വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടായി. എങ്കി വാ, ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു. അവരെല്ലാവരും അകത്തേക്ക് കയറിയപ്പോൾ വീട്ടിലെ സെർവന്റ് അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു. ആഹാ, നിങ്ങൾ എത്തിയോ? അന്നമോളെ, എന്നെ പറഞ്ഞേൽപ്പിച്ച പോലെ ഞാൻ എല്ലാം നോക്കിയും കണ്ടും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് വീട്ടിൽ കയറിയപ്പോ തന്നെ മനസ്സിലായി. സുഖാണോ ക്ലാര ചേട്ടത്തി? സുഖം തന്നെ മോളെ. നിങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര കാലായി. ഇവിടെ മരിമോള്. ദേ, ഇതാ ഞങ്ങളുടെ ജിമിന്റെ ഭാര്യ തേയ. ആഹാ, നല്ല സുന്ദരി കൊച്ചിനെയാണല്ലോ ജിംബോൻ കെട്ടിയിരിക്കുന്നത്. ആ, ഇതാണോ നിങ്ങളുടെ മോൻ ജെറി മോനെ? ഇവിടെയൊക്കെ ഇഷ്ടായോ? ഇഷ്ടായി. ജീനിമോളെ, ഞാൻ വാർത്തയൊക്കെ കേട്ടു. ഒരുപാട് സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ, എല്ലാവരും വർത്താനം പറഞ്ഞു നിൽക്കാതെ ഈ ലഗേജ് ഒക്കെ എടുക്കൂ. ദാ വരുന്നു. ആ, എല്ലാവർക്കും അവരവരുടെ മുറികൾ അറിയാലോ. പിന്നെ ജെറിയുടെ മുറി ജിമിന്റെയും തേയുടെയും മുറിക്ക് അടുത്തുള്ളതാണേ. അതൊക്കെ അവർക്കറിയാം. എല്ലാവരും എങ്കിൽ മുറിയിൽ പോയി റെസ്റ്റ് എടുക്ക്. യാത്രാക്ഷീണം കാണും. ചേട്ടത്തി, എല്ലാവർക്കുള്ള ഫുഡൊക്കെ റെഡിയായല്ലേ? എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജോർജ് കുഞ്ഞെ. നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാ വന്നാ മതി. അപ്പൊ ഇനി താമസിക്കണ്ട, ഞാൻ റൂമിലേക്ക് പോവാ. ഫുഡ് കഴിക്കാറാവുമ്പോ വരാം. അങ്ങനെ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. തേയ ജെറിയോടൊപ്പം അവൻ്റെ മുറിയിലേക്കാണ് ആദ്യം പോയത്. ജെറിയെ ഡ്രസ്സെല്ലാം മാറ്റി അവൻ്റെ ലഗേജ് എല്ലാം ഒതുക്കി വെച്ചു. മോനെ, യാത്ര ചെയ്തതിന്റെ ക്ഷീണം കാണും. മോ ഉറങ്ങിക്കോ. ഫുഡ് കഴിക്കാൻ നേരാകുമ്പോ മമ്മി വന്ന് വിളിക്കാം. ഓക്കെ മമ്മി. തേയ കുറച്ചു നേരം ജെറിയോടൊപ്പം നിന്നു. അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ തേയ പതിയെ അവിടെ നിന്നും ഇറങ്ങി. ഡോറ് ചെറുതായി ചാരി അവൾ ജിമിന്റെ മുറിയിലേക്ക് നടന്നു. റൂം തുറന്ന് അകത്തു കയറിയ തേയെ ചുറ്റും നോക്കി. ജിമിന്റെ കുട്ടിക്കാലത്തെ ഒരുപാട് ഫോട്ടോസ് അവിടെ ചുവരിൽ തൂക്കിയിട്ടിരുന്നു. തേയ ഓരോന്നോരോന്നായി അത് നോക്കി നിന്നു. ഫോട്ടോസ് നോക്കി സമയം പോയത് അവൾ അറിഞ്ഞില്ല. പുറകിൽ നിന്നും ജിമിൻ അവളെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് അവൾ ഞെട്ടിത്തിരിഞ്ഞത്. ഹോ, ഇച്ചായനായിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. ഇത് എവിടെയായിരുന്നു? ഞാൻ റൂമിൽ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞാനൊന്ന് താഴെ വരെ പോയതാ. ജെറി ഉറങ്ങിയോ? ഉറങ്ങി. ഇങ്ങനെ നിന്നാ മതിയോ? ഡ്രസ് ചേഞ്ച് ചെയ്. നമുക്കും കുറച്ച് സമയം കിടക്കാം. എനിക്ക് നല്ല ക്ഷീണുണ്ട്. പിന്നെന്താ, കിടക്കാലോ. വാ. ജിമിനും തേയും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കുറച്ച് സമയം വിശ്രമിച്ചു. ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ക്ലാരച്ചേട്ടത്തി ഓരോ വിഭവങ്ങളായി മേശപ്പുറത്ത് നിരത്തി വെച്ചു. ഇത് കുറെ ഉണ്ടല്ലോ ചേട്ടത്തി.
ഒരുപാട് നാളായി നമ്മുടെ കേരള തനിമയുള്ള ഭക്ഷണം കഴിച്ചിട്ട്. കൊറിയയിലൊക്കെ ഇത് കിട്ടുമെങ്കിലും നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയത് അതിനൊരു വേറെ രുചിയാ. ചിക്കൻ, മട്ടൻ, താറാവ്, കരിമീൻ, കൊഞ്ച്, ചെമ്മീൻ, കപ്പ, ചോറ് എണ്ണീട്ട് തീരുന്നില്ലല്ലോ. അത് പിന്നെ ക്ലാരച്ചേട്ടത്തി വെച്ച അങ്ങനെയാ, കണക്കൊന്നുമില്ല. മമ്മി ജിമ്മിച്ചന്റെ കല്യാണം കൂടെ പോയപ്പോ ക്ലാരച്ചേട്ടത്തി മോളുടെ അടുത്തായിരുന്നു. ഞാനും ഡാഡിയും കൂടി ഉണ്ടാക്കിയ ഫുഡ് മോശം പറയരുതല്ലോ, വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്താ കഴിച്ചത്. അതെ അതെ, ഞങ്ങള് ശരിക്കും പെട്ടുപോയത് ആ സമയത്താ. എല്ലാവരും സംസാരം നിർത്തി ഫുഡ് കഴിക്കാൻ നോക്ക്. ജിനിമോളെ, മനസ്സിന് പിടിക്കാത്ത എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കണ്ട കേട്ടോ. ഈ സമയത്ത് അങ്ങനെ കുറെ പ്രശ്നം വരുന്നതാ. ശരി മമ്മി. ഉഗ്രൻ ടേസ്റ്റ്. ക്ലാരച്ചേട്ടത്തി ഒരു രക്ഷയില്ല. മട്ടൻ കറി സൂപ്പർ. അതെ, എനിക്കിഷ്ടപ്പെട്ടത് കരിമീൻ പൊള്ളിച്ചതാ. എനിക്ക് ചിക്കൻ കറിയാ ഇഷ്ടപ്പെട്ടെ. എന്റെ ഫേവറേറ്റ് താറാവ് കറിയാ. മസാലയെല്ലാം ഒരേ പൊളി. തേമോളെ, മോളെന്താ ഒന്നും പറയാത്തെ? ഫുഡൊന്നും ഇഷ്ടായില്ലേ? ഇഷ്ടപ്പെട്ടു ചേട്ടത്തി. എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷാ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായ എന്റെ പ്രചോദനം. കഴിക്കി മുഴുവൻ കഴിച്ചു തീർത്തിട്ട് ഞാൻ എല്ലാവരെയും എഴുന്നേൽക്കാൻ സമ്മതിക്കൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി ലിവിംഗ് റൂമിൽ ഒത്തുകൂടി. മൈക്കിളും ജോർജും അവരുടെ കുട്ടിക്കാലത്ത് ഓരോ കഥകൾ പറയുകയും ജിമിൻ്റെയും ജെയ്മിയുടെയും ജൂണിൻ്റെയും ജേക്കിൻ്റെയും കുട്ടിക്കാലത്തെ ഫോട്ടോസൊക്കെ എടുത്തു കാണിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ കളിയും ചിരിയും ഓർമ്മ പുതുക്കലുമായി സമയം കടന്നുപോയി. വൈകുന്നേരമായപ്പോൾ ക്ലാരച്ചേട്ടത്തി എല്ലാവർക്കും ചായയും പലഹാരങ്ങളുമായി വന്നു. സത്യം പറഞ്ഞ ഒരുപാട് നാളെ ഇങ്ങനെ എല്ലാവരും ഈ വീട്ടിൽ നമ്മുടെ നാട്ടിൽ ഒത്തുകൂടിയിട്ട്, അല്ലേ ജോർജ്? അതെ ചേട്ടായി, നാട്ടിൽ വരുമ്പോൾ ഉള്ള സന്തോഷം അത് വേറെ തന്നെയാ. എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുന്നത് നല്ലതായിരിക്കും. അത് ഉറപ്പായും കാണും. ഞാനത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ജെറിക്ക് വെക്കേഷൻ തുടങ്ങുമ്പോ ഞാനും തേയും മോനും ഇവിടെ വരും. എനിക്കിനി 2 മാസം താമസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനും ഇവിടെ വരും. നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യും. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു, നീ എന്തിനാ സിയോളിലെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാത്തത്? ഇത്രയും കാലം ഞാൻ അവിടെയല്ലായിരുന്നു. ഇനി കുറച്ചു കാലം ഇവിടെ നിൽക്കാമെന്ന് കരുതി. പറഞ്ഞു വരുമ്പോ ജെയ്മി ഗൈനക്കോളജി ആണല്ലോ MD എടുത്തിരിക്കുന്നത്. ജിനി, നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇവളെ എനിക്ക് വിശ്വാസം ഇല്ല. ചേട്ടായി, എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ എന്ത് നല്ല രീതിയിലാ ജിനി ചേച്ചിയെ കെയർ ചെയ്യുന്നതെന്ന് ചോദിക്ക്. ചേച്ചി പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ റിസൾട്ടും മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻസും എല്ലാം ഞാൻ വാങ്ങി നോക്കി ചെക്ക് ചെയ്തു. നിങ്ങളെ കണ്ട ഡോക്ടറെ വിളിച്ചന്വേഷിച്ചു. ചേച്ചിക്ക് വേണ്ട ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്തു. എന്തിന്, ഇനി മുന്നോട്ടുള്ള ചെക്കപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നെ വെറുതെ കളിയാക്കാതെ. അങ്ങേരങ്ങനെ പലതും പറയും ജിമി. നീ കാര്യാക്കണ്ട, എനിക്കറിയാലോ നിന്നെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേച്ചി. മമ്മി, ദേ ഈ ഫോട്ടോ നോക്കിയേ. ഇതിൽ പപ്പയുടെ കൂടെ നിൽക്കുന്നത് ആരാ? അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജെറി ലിവിംഗ് റൂമിലെ ഒരു കബേർഡിൻ്റെ അടിയിൽ കിടന്ന ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് തേയോട് ചോദിച്ചു. തേയ ആ ഫോട്ടോ വാങ്ങി നോക്കി. പെട്ടെന്ന് അവളുടെ മുഖം വാടി. തേയുടെ മുഖത്തെ മാറ്റം മനസ്സിലാക്കിയ ജിമിൻ അവളുടെ കയ്യിൽ നിന്നും ഫോട്ടോ വാങ്ങി നോക്കി. അവൻ അറിയാതെ തന്നെ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഫോട്ടോ നോക്കാതെ തന്നെ കാര്യം മനസ്സിലാക്കിയ റീന ജിമിൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫോട്ടോ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. മോന് ഈ ഫോട്ടോ എവിടെന്നാ കിട്ടിയേ? ദേ
അവിടെ നിന്ന് ഞാൻ ടോയ്സ് നോക്കായിരുന്നു. അപ്പഴാ ഈ ഫോട്ടോ കണ്ടത്. അതാരാ അമ്മച്ചി? അതാരുമല്ല മോനെ, ആരുമല്ല. നമ്മുടെ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നപ്പോ എപ്പോഴും എടുത്ത ഫോട്ടോയാ. ഇയാളുടെ പേര് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല. ആണോ? പക്ഷേ ഇതില് പപ്പ ആ ആന്റിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണല്ലോ. പപ്പയുടെ ഫ്രണ്ടാണോ അത്? അത് അത് പിന്നെ മോനെ, ആ ഫോട്ടോയിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അവരുമായി നമുക്കിപ്പോ ഒരു ബന്ധവും ഇല്ല. മോൻ അതിനെപ്പറ്റി ഇനി ചിന്തിക്കണ്ട കേട്ടോ. ജെറി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എന്തോ മനസ്സിലായ രീതിയിൽ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ ജിമിൻ്റെയും തേയുടെയും നേരെ നോക്കി. രണ്ടുപേരുടെയും മുഖം വാടിയിരിക്കുന്നത് കണ്ടു. എന്നിട്ട് റീനയെയും മൈക്കിളിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ ഫോട്ടോയിലുള്ള ആന്റി ആണല്ലേ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പപ്പയ്ക്ക് കൊടുത്തിട്ട് പോയേ? ജെറിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. അവനത് എങ്ങനെ മനസ്സിലായി എന്ന് ഓർത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു. മോനെ, അത് പിന്നെ സാരല്ല, എനിക്ക് വിഷമൊന്നുമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫോട്ടോ കണ്ടപ്പോ വിഷമായിന്ന്. ഞാൻ ഇനി ഒന്നും ചോദിക്കത്തില്ല. ഇതും പറഞ്ഞ് ജെറി അവിടെ നിന്നും ഓടി റൂമിലേക്ക് പോയി. ഇത് എങ്ങനെ അവിടെ വന്നത്? ഇതെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞതാണല്ലോ. എനിക്കറിയില്ല ചായ, എപ്പോഴെങ്കിലും വിട്ടുപോയതാകും. അടിയിലത്തെ കബോർഡിൽ നമ്മൾ അങ്ങനെ തുറക്കുന്നതല്ലല്ലോ. ഷേ, ആ കുഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. ക്ലാരച്ചേട്ടത്തി ക്ലീനിങ് സ്റ്റാഫിനെ വിളിക്ക്. എത്രയും വേഗം എല്ലാ കബോർഡ്സും വൃത്തിയാക്കാൻ പറ. പഴയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഫോട്ടോയും ഇനി ഇവിടെ കാണരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി കുഞ്ഞെ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഈ സമയത്ത് എങ്ങോട്ടാ? പ്ലീസ്, ഞാൻ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ആരും എന്നെ തടുക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ജിമിൻ കാറിന്റെ കീയെടുത്ത് പുറത്തിറങ്ങി. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്കി നിൽക്കാനേ തേയ്ക്ക് കഴിഞ്ഞോളൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചേച്ചി, ഏയ്, എന്താ ഇത്? സങ്കടപ്പെടാതെ. അവൻ അറിഞ്ഞുകൊണ്ടാവില്ല. അറിയാൻ ജെയ്മി, ഞാൻ ഇതുവരെ അവരുടെ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. ആദ്യമായി കാണുന്ന എനിക്ക് ഒറ്റ നോട്ടത്തിൽ അതാരാണെന്ന് മനസ്സിലായെങ്കിൽ ജെറിക്ക് എല്ലാവരുടെയും മുഖത്ത് വന്ന മാറ്റം മനസ്സിലാക്കി അതാരാണെന്ന് മനസ്സിലാക്കിയതിൽ അത്ഭുതമില്ല. പിന്നെ അവൻ കൊച്ചുകുട്ടിയല്ലല്ലോ. അവന് വിഷമില്ലെന്ന് പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ എപ്പോഴും സങ്കടം കാണും. പിന്നെ ഇച്ചായൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോയി വരട്ടെ, ഞാൻ ഓക്കെയാണ്. പെട്ടെന്ന് കണ്ടപ്പോ ഒന്ന് പകച്ചു പോയതാ. ഞാൻ ജെറിയൊന്ന് ചെന്ന് കാണട്ടെ. തേയ എല്ലാവരെയും നോക്കി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു. എന്നിട്ട് ജെറിയുടെ മുറിയിലേക്ക് പോയി. ഷേ, ഏത് നേരത്താണോ ആ ഫോട്ടോ അവിടെ കിടന്നത് എന്ന് സന്തോഷത്തോടെ ഇരുന്നത് എല്ലാവരും ഇപ്പൊ ആകെ ശോകായി. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സംഭവിച്ചു പോയില്ലേ. ഇനി ആരും ഈ ടോപ്പിക് എടുത്തിടണ്ട. തേയ റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോൾ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ജെറിയെയാണ് കാണുന്നത്. അവൾ നടന്ന് കട്ടിലിന്റെ അരികെ ചെന്നു ജെറിയുടെ അടുത്ത് ചെന്നിരുന്നു. അമ്മയുടെ പൊന്നെ, ഇങ്ങോട്ട് നോക്കിക്കേ. തേയയുടെ ശബ്ദം കേട്ട് ജെറി എഴുന്നേറ്റ് അവളെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. ആ കാഴ്ച തേയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ ജെറിയെ വാരിയെടുത്ത് മടിയിലിരുത്തി അവൻ്റെ കണ്ണുനീർ തുടച്ചു. എന്റെ മോൻ എന്തിനാ കരയുന്നേ? മമ്മി, ആന്റി എന്റെ അമ്മയാണല്ലേ. എന്നെ ഇഷ്ടല്ലാത്തോണ്ടാണോ കരഞ്ഞിട്ട് പോയേ? അങ്ങനെയൊന്നും പറയാതെ മോനെ. അവര് മോനെ എങ്ങും കളഞ്ഞില്ലല്ലോ. പപ്പയ്ക്ക് കൊടുത്തിട്ടല്ലേ പോയത്. അതുകൊണ്ടല്ലേ മോനെ മമ്മിക്ക് കിട്ടിയേ. മോൻ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. മമ്മിയും പപ്പയും ഇല്ലേ മോന്റെ കൂടെ? എനിക്ക് കുഴപ്പമില്ല മമ്മി. ഇനി ആന്റി തിരിച്ചു വന്നാലും ഞാൻ അവരുടെ അടുത്ത് പോവില്ല. കാരണം എന്റെ അമ്മ മമ്മിയാ. ജെറി തേയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു.
തേയ തിരിച്ച് ജെറിയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇനി ഈ ലോകത്ത് ആര് വന്നു ചോദിച്ചാലും എന്റെ ചെറിയുടെ അമ്മ ഞാനാ. ഞാൻ മാത്ര. ഈ മമ്മി തന്നെയാ മോന്റെ അമ്മ. തേയ ജെറിയുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവനെ ചേർത്തു പിടിച്ചു. ശരി മമ്മി, ഞാൻ ഇച്ചായനോട് പറയാം. ഓക്കെ എങ്കിൽ. എന്താ നീ ആരോടാ സംസാരിക്കുന്നേ? റൂമിലേക്ക് വന്ന ജൂൺ ജെയിനി ഫോണിൽ സംസാരിച്ച ശേഷം കോള് കട്ട് ചെയ്യുന്നത് കണ്ട് ചോദിച്ചു. മമ്മിയാ ഇച്ചായ, ഡാഡിയും മമ്മിയും നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആഹാ, അത് കൊള്ളാലോ. എപ്പോ വരുമെന്നാ പറഞ്ഞത്? ഉച്ചയ്ക്ക് എത്തുമെന്നാ പറഞ്ഞത്. നന്നായി. നീ അവരെ കാണാൻ ആഗ്രഹിച്ചിരിക്കുവല്ലായിരുന്നു. എന്തായാലും വരട്ടെ. എന്തായാലും ഇച്ചായ, എനിക്ക് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിക്കണമെന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ ഷെഡ്യൂൾസ് എല്ലാം കഴിഞ്ഞു ഞാൻ കുറച്ച് നാള് വീട്ടിൽ പോയിക്കോട്ടെ. അതിനിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു? എന്തായാലും നമ്മൾ നിന്റെ വീട്ടിൽ പോകാനിരുന്നതല്ലേ, ഉറപ്പായും പോവാം. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജേക്ക് അവിടേക്ക് വന്നത്. അച്ചായ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അതിനെന്താടാ ഒരു ഫോർമാലിറ്റി ഒക്കെ, നീ കയറി വാ. എന്താടാ ഈ നേരത്ത്? അത് പിന്നെ അച്ചായ, ഞാനും അലനും നാളെ ഒരു സ്ഥലം വരെ പോകുക. നമ്മുടെ കാറ് ഞങ്ങൾ എടുക്കുവാണേ. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? നാളെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. നീ വണ്ടി എടുത്തോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡാനിയെ കോണ്ടാക്ട് ചെയ്തോളാം. ആട്ടെ, നിങ്ങൾ നാളെ എവിടേക്കാ പോകുന്നേ? കുറച്ച് ദൂരെയാ. കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. എനിക്ക് കാറിന്റെ കീ തരൂ. അത് വാങ്ങാനാ ഞാൻ വന്നത്. വെളുപ്പിനെ ഇറങ്ങണം. എന്താടാ, എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല ചേച്ചി. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് പ്ലീസ്. ഞാൻ വന്നിട്ട് കാര്യങ്ങൾ വിശദമായി നിങ്ങളോട് പറയാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ദാക്കി. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. ശരി അച്ചായ, താങ്ക് യു. അപ്പോ ഗുഡ് നൈറ്റ്. ജേക്ക് അവിടെ നിന്നും പോയതിനു ശേഷം ജീനി ജൂണിനോട് പറഞ്ഞു. അവൻ മിക്കവാറും ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാനായിരിക്കും പോകുന്നത്. എനിക്കും തോന്നി. എന്തായാലും അലൻ കൂടെ ഉണ്ടല്ലോ, അതാ ഒരു ആശ്വാസം. നീ ഇനി ഉറക്കം കളഞ്ഞിരിക്കണ്ട. വാ, നമുക്ക് കിടക്കാം. സമയം ഒരുപാട് വൈകി. രാത്രി 10:30 കഴിഞ്ഞിട്ടും ജിമിൻ വീട്ടിലെത്താത്തതിനാൽ തേയ ലിവിംഗ് റൂമിൽ അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് റീന വന്നു. നീ കിടക്കുന്നില്ലേ മോളെ? അത് പിന്നെ ഇച്ചായൻ ഇതുവരെ എത്തിയില്ല മമ്മി. ഫോൺ വിളിച്ചിട്ടും ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണെന്നാ പറയുന്നേ. ഫുഡ് കഴിച്ചോന്നും പോലും അറിയില്ല. മമ്മി കിടന്നോ? ഞാൻ ഇച്ചായൻ വന്നിട്ട് കിടന്നോളാം. ഇതവന്റെ സ്ഥിരം പരിപാടിയാ. പണ്ട് ഇങ്ങനെയാ. കഴിഞ്ഞ കാലത്തെ പറ്റി ഓർക്കുമ്പോ അവൻ പുറത്തു പോയി ഒരുപാട് വൈകി തിരിച്ചെത്തും. പേടിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ പോയിരിക്കും. അവൻ പറയുന്നത് കുറച്ചു സമയം അങ്ങനെ തന്നെ ഇരിക്കുമ്പോ മനസ്സിനൊരു സമാധാനാണെന്ന്. ഇത് പിന്നെ എനിക്ക് ശീലായി. അവൻ വന്നോളും മോളെ, നീ പോയി കിടക്ക്. സാരല്ലേ മമ്മി, എത്ര വൈകിയാണെങ്കിലും ഇച്ചായൻ വന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുള്ളൂ. ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി മോളുടെ ഇഷ്ടം. റീന ഇതും പറഞ്ഞ് അവിടെ നിന്നും പോയി. സമയം നീങ്ങിക്കൊണ്ടേയിരുന്നു. കുറേ നേരം ഉറങ്ങാതെ തേയ സോഫയിൽ ചാരിയിരുന്നു. ഇടയ്ക്ക് ഫോൺ നോക്കി ജിമിനെ വിളിച്ചു, മെസ്സേജ് അയച്ചു. എപ്പോഴോ ഉറക്കത്തിന്റെ അഗാധതയിലേക്ക് അവൾ മയങ്ങി വീണു. രാത്രി കടലിലെ തിരമാലകളുടെ ഒഴുക്കുപോലെ ജിമിന്റെ മനസ്സും ആടിയുലയുകയായിരുന്നു. പഴയ ഒരുപാട് ഓർമ്മകൾ ആ ഫോട്ടോ കാരണം അവൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു. ജിമിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയമായി അവൻ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ്റെ മനസ്സ് ഓർമ്മകളുടെ കൂമ്പാരത്തിൽ നിന്നും കരകയറിയത് അവൻ്റെ പുറത്താരോ തട്ടുന്നത് അറിഞ്ഞിട്ടാണ്. ഞെട്ടിത്തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയ ജിമിൻ കാണുന്നത് ഒരു പോലീസുകാരനെയാണ്. ഹേയ് മിസ്റ്റർ, സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ? തന്നെ ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല സർ, ഞാൻ വെറുതെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി. സമയം രാത്രി 2 മണി ആവാറായി.
താൻ ഇവിടെയുള്ള കാര്യം വീട്ടുകാർക്ക് അറിയോ? ഇല്ല. അത് ശരി. എന്താ വീട്ടിൽ നിന്നും ചാടിയതാണോ? അങ്ങനെ ഒന്നുമില്ല സാർ. എങ്കിലേ എഴുന്നേറ്റ് വീട്ടിൽ പോവാൻ നോക്ക്. തന്നെ കാണാതെ വീട്ടുകാർ വിഷമിക്കുന്നുണ്ടാവും. ഇവിടെ ഇങ്ങനെ അർദ്ധരാത്രി ഇരിക്കാൻ പറ്റില്ല. വിട്ടോ. സോറി സാർ. ജിമിൻ പിന്നെ വൈകിയില്ല. എഴുന്നേറ്റ് വണ്ടിക്ക് നേരെ നടന്നു. ഡോ. പോലീസ് പുറകിൽ നിന്ന് വിളിക്കുന്നത് കേട്ട ജിമിൻ തിരിഞ്ഞു നോക്കി. എന്താ സാർ? എന്തെങ്കിലും മനസ്സിന് വിഷമമുണ്ടെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരോട് പറയും. ഒറ്റയ്ക്കുള്ള ഈ കരച്ചിൽ നല്ലതല്ല, കേട്ടല്ലോ. കേൾക്കാൻ ഒരാളുള്ളത് ഭാഗ്യാടോ, കാത്തിരിക്കാനും. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. പോലീസ് പറഞ്ഞ കാര്യം ജിമിന് മനസ്സിലായി. അവന്റെ മനസ്സ് പെട്ടെന്ന് തേയിലേക്ക് പോയി. അവൻ പോലീസിനെ നോക്കി ഒന്ന് ചെറുതായി ചിരിച്ചു. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. അവൻ കാറിനു നേരെ നടന്നു.